ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തി നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാനായിട്ട് സാധിക്കുക. മീൻസ് അവരെന്തെങ്കിലുമൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളൊക്കെ ചെയ്ത് നിങ്ങളെ വശീകരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? 3 പ്രധാനപ്പെട്ട സയൻസാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കണ്ടിന്യൂസ്ലി അവരെക്കുറിച്ചുള്ള തോട്ട്സുകൾ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ കോൺഷ്യസ് ആയിട്ട് അവരെക്കുറിച്ച് ചിന്തിക്കണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ തോട്ട്സ് ഇങ്ങനെ കയറി വരും. ആ വരുന്ന തോട്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും ചെയ്യും. ചിലപ്പോൾ ഒരു 3 മിനിറ്റ്സ് 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ പോകും, പക്ഷെ കണ്ടിന്യൂസ് തോട്ട് വരുന്നുണ്ടെങ്കിൽ അതൊരു സൈനാണ്. ഇനി ഒരു കാര്യം കൂടി ഈ പോയിന്റിൽ എടുത്തു പറയാം. നമുക്ക് 2 രീതിയിലാണ് ഇത്തരത്തിലുള്ള തോട്ട്സുകൾ വരിക. ഒന്ന്, നമ്മൾ ഒരാളെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത്, നന്നായിട്ട് മൈൻഡിൽ ചേസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ഓവർ തിങ്കിങ് വരാം. രണ്ടാമത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമ്മളെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന സമയത്തും വരാം. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ വിവാഹം കഴിക്കണമെന്നോ അല്ലെങ്കിൽ ആ വ്യക്തിയോട് ഒരു പ്രണയമോ ഇതൊന്നും തോന്നിയിട്ടില്ല. അത്തരം ഒരു സാഹചര്യത്തിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നു, അവരെക്കുറിച്ച് ഓർക്കുന്നു എങ്കിൽ അത് അവർ തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളെ മിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. സോ അത് പോസിറ്റീവായിട്ടുള്ള സൈനാണ്. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് മാത്രം വൺ സൈഡ് ആയിട്ടുള്ള ഡീപ്പ് പ്രണയം ഉണ്ടാകുമ്പോഴും ഇത്തരത്തിലുള്ള സൈൻ ഉണ്ടാവും എന്നുള്ളതാണ് ആദ്യം ഒന്ന് സൂചിപ്പിച്ചത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട സൈൻ പറയുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. രണ്ടാമത്തെ സൈൻ, നമുക്ക് തോന്നുകയാണ് ആ വ്യക്തി ഇല്ലാതെ എനിക്ക് 100% ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തില്ല, ആ വ്യക്തിയുടെ പ്രസൻസ് എനിക്ക് വേണം എന്നൊക്കെ സ്വയം ഉള്ളിലൊരു തോന്നലുണ്ടാവുക. ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഇല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾക്കൊരു ഫീലിംഗ് എലോൺ എന്നുള്ള ആ ഒരു ചിന്ത വരിക. അവർ വിളിക്കാനുള്ള ടെൻഡൻസി, മെസ്സേജ് അയക്കാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാനുള്ള ടെൻഡൻസി, എന്ന് കാണും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയാണെങ്കിൽ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈൻ തന്നെയാണ്. ഇനി മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, ചില സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, ചില സമയത്ത് ഭയങ്കര സാഡ് ആവുക. സാധാരണ നോർമലി എല്ലാവർക്കും ദേഷ്യം വരും, എല്ലാവർക്കും ദുഃഖം വരും, അതൊക്കെ സ്വാഭാവികമാണ് അല്ലേ? പക്ഷെ ഇതങ്ങനെയല്ല. നിങ്ങളുടെ ബിഹേവിയറിൽ തന്നെ വലിയ രീതിയിലുള്ളൊരു മാറ്റം, ഒരു മൂഡ് സ്വിംഗ് ഒക്കെ പോലെ ഇടക്ക് ദേഷ്യപ്പെടുന്നു, ഇടക്ക് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നു, ഫീലിംഗ് അലോൺ വരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ സഡൻലി പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലോട്ട് പോവുക. നിങ്ങളുടെ ക്യാരക്ടർ കയ്യിൽ നിന്ന് പോകുന്ന പോലെയുള്ള ഒരു തോന്നൽ ഉണ്ടാവുക. ഇത് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവുക. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്, ഒരാൾ നിങ്ങളെ വശീകരിക്കാൻ അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യാൻ ഓരോരോ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിനോടൊന്നും താല്പര്യമില്ലെങ്കിൽ നമുക്ക് സൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചാൽ മതി, പേഴ്സണൽ ഗൈഡൻസ് നൽകാവുന്നതാണ്. പിന്നെ അങ്ങനെ ചില ആളുകൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഈ സയൻസിലൊക്കെ പറഞ്ഞ ആളുകളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഓപ്പൺലി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രപ്പോസ് ചെയ്യുക. എന്താണ് അതിന് ആക്ഷൻ എടുക്കേണ്ടെങ്കിൽ ആ ആക്ഷനിലൂടെ പോവുക. തീർച്ചയായിട്ടും അത് സക്സസ്ഫുൾ ആവും. അവർ നിങ്ങളെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സൈൻസ് ഒക്കെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.